എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂണിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കിവിടെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ നമ്മുടെ ആൻസറിനുള്ള എല്ലാ ഡേറ്റാസും ഇതിൻ്റെ അകത്ത് തന്നിട്ടില്ല. നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്. The following table shows the cumulative percentage distribution of the total number of visitors to Kulu and Manali together and cumulative number of visitors to Kulu on 5 different days. ദിസ് ഈസ് മൺഡേ ടു ഫ്രൈഡേ. ബേസ്ഡ് ഓൺ ദ ഡേറ്റ് ഇൻ ദ ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെ നമുക്ക് കുളുവിലോട്ട് മണാലിയിലോട്ട് വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നിങ്ങനെ 5 ദിവസത്തെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വിസിറ്റേഴ്സ് ടു കുളു മണാലി, അതായത് പെർസെൻറ്റേജ് ഓഫ് വിസിറ്റേഴ്സ് 2 സ്ഥലത്തേക്ക് പോയതും അതുപോലെ തന്നെ കുളു വിസിറ്റ് ചെയ്ത കുമുലേറ്റീവ് നമ്പേഴ്സ് ഡേയിലെ ആൾക്കാരുമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഡേ മൺഡേ കുമുലേറ്റീവ് പെർസെൻറ്റേജ് വിസിറ്റേഴ്സ് ടു കുളു ആൻഡ് മണാലി 50%, നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു 360, ടിൽ ട്യൂസ്ഡേ 40%, കുളു വിസിറ്റ് ചെയ്ത ആൾക്കാർ 1060, ടിൽ വെനസ്ഡേ 70%, നമ്പർ 1540, ടിൽ തേഴ്സ്ഡേ 80%, നമ്പർ 1700, ടിൽ ഫ്രൈഡേ 100%, 1960. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് കുമുലേറ്റീവ് നമ്പറുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കി, ഈ മൺഡേയിൽ 50% ആൾക്കാർ, അതായത് കുളു മണാലിയും കൂടി മൺഡേ വിസിറ്റ് ചെയ്ത് 15% ആൾക്കാരാണെന്നും ഇനി കുളു വിസിറ്റ് ചെയ്ത് 360 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ടിൽ ട്യൂസ്ഡേ, ടിൽ വെനസ്ഡേ, ടിൽ തേഴ്സ്ഡേ, ടിൽ ഫ്രൈഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ചൊവ്വ വരെ വിസിറ്റ് ചെയ്ത ആൾക്കാർ, ബുധൻ വരെ വിസിറ്റ് ചെയ്ത ആൾക്കാർ, വ്യാഴം വരെ വിസിറ്റ് ചെയ്ത ആൾക്കാർ, വെള്ളി വരെ വിസിറ്റ് ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് തന്നിരിക്കുന്നത് നമുക്ക് മൺഡേ 360. അപ്പോൾ ട്യൂസ്ഡേ വരുമ്പോൾ മൺഡേയും ട്യൂസ്ഡേയും കൂടെ കൂട്ടിയതാണ്. വെനസ്ഡേ വരുമ്പോൾ എങ്ങനെയാണ്, മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും കൂടെ കൂട്ടിയതാണ്. തേഴ്സ്ഡേ വരുമ്പോൾ മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേയും കൂടെ കൂട്ടിയതാണ്. ഫ്രൈഡേ വരുമ്പോൾ ഈ 5 ദിവസത്തെയും കൂടെ കൂട്ടിയതാണ്. അപ്പം ഓരോ ദിവസത്തെ പർട്ടിക്കുലർ ആയിട്ടല്ല നമുക്ക് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഈ നമ്പർ ഓഫ് വിസിറ്റേഴ്സും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ദിവസത്തെയും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അത്രയും വരെ ഉള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളത് മൈനസ് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളു മണാലിയും കൂടി ടോട്ടൽ വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയണത്, ഈ 5 ദിവസം കൂടി വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് 4000 ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. അതായത് നമ്മളിവിടെ മൈനസ് ചെയ്ത് ഓരോ ദിവസം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോ ദിവസത്തെയും ആൾക്കാരുടെ എണ്ണം നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കുക. അതായത് കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരും മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരും. അപ്പോൾ നമുക്ക് മൺഡേയിലെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് 50 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു എന്ന് പറയുന്നത് 360 ആണ്. അതിലൊരു മാറ്റവും ഇല്ല. അതായത് കുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മണാലിയും അതുപോലെ തന്നെ കുളു വിസിറ്റ് ചെയ്ത ടോട്ടലിലാണ് 50% തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് കുളു വിസിറ്റ് ചെയ്ത് എത്രയാണെന്ന് 360 തന്നിട്ടുണ്ട്. ടോട്ടൽ വിസിറ്റേഴ്സ് എത്രയാണ്, 4000 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അത് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യണ്ടേ, ഈ കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരെ നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് വിസിറ്റ് ചെയ്ത ടോട്ടൽ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരെ കിട്ടും. സോ നമ്മുടെ ടോട്ടൽ നമ്പർ 4000 ആണ്. അന്നത്തെ അതായത് കുളു മണാലിയും കൂടിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50 ആണ്. സോ 4000 × 50/100 = നമുക്ക് 600 എന്ന് കിട്ടും. അതായത് കുളു മണാലിയും വിസിറ്റ് ചെയ്ത ടോട്ടൽ ആൾക്കാരെന്ന് പറയുന്നത് 600 ആണ്. ഇനി നമുക്ക് മണാലി വിസിറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കുളു വിസിറ്റ് ചെയ്ത ആൾക്കാർ 360 ആണ് ഇവിടെ ഓൾറെഡി തന്നു. സോ 600 - 360 = 240. അതായത് മണാലി തിങ്കളാഴ്ച വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് 240 ആണ്. ഇനി നമ്മൾ ട്യൂസ്ഡേ വിസിറ്റ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. ട്യൂസ്ഡേ നമുക്ക് 40% ആണ്. അതായത് ആ ട്യൂസ്ഡേ വരുന്നത് എങ്ങനെയാണ്, മൺഡേയും ട്യൂസ്ഡേയും കൂട്ടിയാണ് 40%. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരെ
നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രീവിയസ് ഡേറ്റയിൽ തന്നിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു ടിൽ ട്യൂസ്ഡേ എന്ന് പറയുന്നത് 1060 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുളു അന്ന് മാത്രം വിസിറ്റ് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ഈ 1060 നിന്ന് പ്രീവിയസ് എത്രയാണ്, അതായത് മൺഡേ വിസിറ്റ് ചെയ്ത് 360. അപ്പം മൺഡേയും ട്യൂസ്ഡേയും കൂടെ കൂട്ടി 1060 പേരാണ് വിസിറ്റ് ചെയ്തത്. അപ്പം ട്യൂസ്ഡേ മാത്രം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം, ഈ 1060 നിന്ന് 360 കുറയ്ക്കണം. അപ്പം നമുക്ക് 700. അതായത് കുളു അന്നേ ദിവസം ചൊവ്വാഴ്ച വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് 700. ഇനി നമുക്ക് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി, അതായത് ചൊവ്വാഴ്ച മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ടോട്ടൽ 4000 അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് കുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഈ 40 എന്ന് പറയുന്നത് മൺഡേയും ട്യൂസ്ഡേയും കൂടെ കൂട്ടിയുള്ളതാണ് 40. അപ്പം നമുക്ക് ട്യൂസ്ഡേയുടെ മാത്രം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 40 നിന്ന് 15 കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും, 25. അതായത് ട്യൂസ്ഡേ മാത്രം വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് വെറും 25%. സോ 4000 × 25/100 = 1000 എന്ന് കിട്ടും. അതായത് ട്യൂസ്ഡേ വിസിറ്റ് ചെയ്ത ടോട്ടൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ 1000 ആണ്. ഇനി കുളു വിസിറ്റ് ചെയ്ത ആൾക്കാർ എത്രയാണ്, 700 ആണ്. സോ 1000 - 700 = 300. ഇനി നമ്മൾ വെനസ്ഡേയിൽ കണ്ടുപിടിക്കുകയാണ്. വെനസ്ഡേയിലെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് അന്നത്തെ 70 ആണ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേയിൽ ട്യൂസ്ഡേയിൽ 40 ആണ്. സോ 70 - 40 = 30%. അതായത് അന്ന് വെനസ്ഡേയിൽ മാത്രം വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇനി നമ്മൾ കുളു ബുധനാഴ്ച വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ കണ്ടുപിടിക്കുക. അന്നത്തെ ദിവസത്തെ കുമുലേറ്റീവ് എന്ന് പറയുന്നത് 1540 ആണ്. മൈനസ് പ്രീവിയസ് 1060 ആണ്. = 480 എന്ന് കിട്ടി. സോ 4000 × 30/100 = 1200. അന്ന് ടോട്ടൽ വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ 1200 ആണ്. മൈനസ് കുളു അതായത് 1200 - 480 = 720. അതായത് അന്ന് മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് 720 ആണ്. ഇനി തേഴ്സ്ഡേയിലെ കുമുലേറ്റീവ് പെർസെൻറ്റേജ് അന്നത്തേത് ടിൽ തേഴ്സ്ഡേ 80 ആണ്. സോ 80 - പ്രീവിയസ് 70 = 10%. ഇനി ടിൽ വിസിറ്റ് ചെയ്ത കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ 1700 ആണ്. സോ 1700 - പ്രീവിയസ് ഡേയിൽ 1540 പേര് = 1060 എന്ന് കിട്ടും. ഇനി അന്ന് മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാർ 4000 × 10/100 = 400 ആണ് അന്ന് വിസിറ്റ് ചെയ്ത. മൈനസ് കുളു = 160 = 240 എന്ന് കിട്ടി. ഇനി ഫ്രൈഡേയിൽ 100% വിസിറ്റ് ചെയ്തെന്നാണ് പറയണേ പെർസെൻറ്റേജ്. സോ 100 - പ്രീവിയസ് ഡേ 80 = 20% എന്ന് കിട്ടും. ഇനി കുളു അന്നേ ദിവസം വിസിറ്റ് ചെയ്ത ആൾക്കാർ 1960 - പ്രീവിയസ് ഡേയിൽ 1700 = 260 എന്ന് കിട്ടും. ഇനി മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാർ 4000 × 20/100 = 800 ആണ്. മൈനസ് 260 = 540 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഓരോ ദിവസവും കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരും ഓരോ ദിവസവും മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ ഈസ് % ഓഫ് ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു ഓൺ വെനസ്ഡേ. അതായത് മൺഡേയും വെനസ്ഡേ മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയണത് വെനസ്ഡേ മാത്രം കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200, 150, 125, 50. അപ്പം നമുക്ക് മണാലി മൺഡേയും വെനസ്ഡേയും വിസിറ്റ് ചെയ്ത ടോട്ടൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 240 + 720 എന്ന് കിട്ടും. അതായത് മൺഡേ 240 പേര് വിസിറ്റ് ചെയ്തു, വെനസ്ഡേ 720 പേര് വിസിറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 960. ഇനി കുളു ബുധനാഴ്ച വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നത് 480 ആണ്. സോ പെർസെൻറ്റേജ് = 960 / 180 × 100 = 200 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ ഓൾ ദ ഡേയ്സ് എക്സെപ്റ്റ് മൺഡേ. അതായത് മൺഡേ ഒഴിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ആവറേജ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 560, 520, 490, 450 എന്നിങ്ങനെയാണ്. നമ്മൾ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ബൈ 4 ദിവസമാണ് 4 ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ = 300 + 720 + 240 + 540 = 1800 എന്ന് കിട്ടും. ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ, ദാറ്റ് ഈസ് 1800 / 4 = 450 എന്ന് കിട്ടും.
Next question, if 20% of the visitors to Kulu on Tuesday are foreigners and 40% of the visitors to Manali on Friday are foreigners, then what is the total number of visitors to Kulu on Tuesday who are not foreigners and to Manali on Friday who are foreigners? അതായത് കുളുവിൽ ചൊവ്വാഴ്ച വിസിറ്റ് ചെയ്ത ആൾക്കാരിൽ 20% ഫോറിനേഴ്സാണ്. ഇനി ഫ്രൈഡേ മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരിൽ 40% ഫോറിനേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേയിൽ കുളു വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സ് അല്ലാത്തവരും ഫ്രൈഡേയിൽ മണാലി വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സായിട്ടുള്ള ആൾക്കാരുടെയും നമ്പറിൻ്റെ ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 920, 776, 984, 844 എന്നിവയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂസ്ഡേ കുളു വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സ് അല്ലാത്ത ആൾക്കാർ പ്ലസ് ഫ്രൈഡേ മണാലി വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പീപ്പിൾ വിസിറ്റഡ് കുളു ഓൺ ട്യൂസ്ഡേ ഹു ആർ നോട്ട് ഫോറിനേഴ്സ്, അതായത് ഫോറിനേഴ്സ് അല്ലാത്തവരുടെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോറിനേഴ്സ് 20% പറഞ്ഞു ഇപ്പോൾ പിന്നെ 80% ആൾക്കാർ ഫോറിനേഴ്സ് അല്ലായിരിക്കും. സോ അന്ന് കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 700 ആണ്. സോ 700 × 80/100 ഈസ് ഈക്വൽ ടു 560 കിട്ടും. ഇനി ഫ്രൈഡേ മണാലി വിസിറ്റ് ചെയ്ത ഫോറിനേഴ്സിൻ്റെ ആൾക്കാരുടെ ശതമാനം 40 അവിടെ ടോട്ടൽ അന്ന് വിസിറ്റ് ചെയ്ത് 540 സോ 540 × 40/100 ഈസ് ഈക്വൽ ടു 216. ടോട്ടൽ 560 + 216 ഈസ് ഈക്വൽ ടു 776. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു കുളു ഓൺ മൺഡേ ആൻഡ് തേഴ്സ്ഡേ ഈസ് % ലെസ് ദാൻ ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു മണാലി ഓൺ വെനസ്ഡേ. അതായത് മൺഡേയും തേഴ്സ്ഡേയും കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് ബുധനാഴ്ച മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എത്ര % ലെസ് ദാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറവാണ് എന്തായാലും. 53.29, 63.89, 67.44, 50.28 എന്നിവയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മൺഡേയും തേഴ്സ്ഡേയും കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ആവറേജ് കാണുവാണ്. അതായത് 360 + 160 / 2 ഈസ് ഈക്വൽ ടു 260 എന്ന് കിട്ടി. ഇനി വ്യാഴാഴ്ച മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാർ 720. അപ്പോൾ നമ്മളിവിടെ ശരിക്കും 260 - 720 / 720 × 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് വരും. നമുക്ക് മൈനസ് ഓൾറെഡി ലെസ്സാന്ന് പറയുമ്പോൾ മൈനസ് വരും. അപ്പോൾ മൈനസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ 720 - 260 / 720 ചെയ്യുകയാണ്. അതായത് നമുക്കിവിടെ മൈനസിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ലെസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിലാകാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. × 100 ഈസ് ഈക്വൽ ടു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 63.8 എന്ന് കിട്ടും. Next question, what is the ratio of the number of visitors to Manali on Wednesday to the number of visitors to Kulu on Thursday? അതായത് വെനസ്ഡേ മണാലി വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ ഈസ് ടു വ്യാഴാഴ്ച കുളു വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 9:2, 4:3, 2:9, 3:4. ഇവിടെ നമുക്ക് മണാലി ഓൺ വെനസ്ഡേ ഈസ് ടു കുളു ഓൺ തേഴ്സ്ഡേ ആണ് കാണേണ്ടത്. മണാലി ഓൺ വെനസ്ഡേ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 720. തേഴ്സ്ഡേയിൽ കുളു വിസിറ്റ് ചെയ്ത ആൾക്കാർ 160. അപ്പോൾ ഇത് വെട്ടി കുറച്ച് വരുമ്പോൾ നമുക്ക് 9:2 എന്ന് കിട്ടും. സോ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻ്റെയും പാറ്റേൺ എന്ന് പറയുന്നത് റിപ്പീറ്റേഷനാണ്. പക്ഷെ നമുക്കിവിടെ കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്പർ കണ്ടുപിടിക്കുന്നതിലാണ്. ആ നമ്പർ കണ്ടുപിടിക്കുന്നതിലാണ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്. അതായത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. നമുക്കവിടെ ടിൽ വെനസ്ഡേ, ടിൽ തേഴ്സ്ഡേ, ടിൽ ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുമുലേറ്റീവ് നമ്പറാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടിൽ എന്നുള്ള ആ ഒരു വാക്കിന് അവിടെ ഭയങ്കരമായിട്ട് പ്രാധാന്യം വന്നു. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ക്വസ്റ്റ്യൻസ് വലിയ പാടൊന്നുമില്ല. അതായത് ആ ടേബിളിൽ ആ നമ്പർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒരു മൈനസും ഒരു ഡിവിഷനൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വലിയ പാടുള്ള കേസൊന്നുമല്ല. സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്? ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ലൈസ് എംബസൈസ് ഓൺ സ്കിൽസ്, ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ ലേണേഴ്സ് നീഡ്സ്, ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ കോപ്പറേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ലൈസ് എംബസൈസ് ഓൺ വേരിയബിലിറ്റി ഓഫ് എക്സ്പോഷർ. അതായത് ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ലേണേഴ്സിൻ്റെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ
കോപ്പറേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്ററിൽ സെൻറ്റേർഡ് ആണ്. അതുപോലെ തന്നെ വെരിയബിലിറ്റി ഓഫ് എക്സ്പോഷറിനും ഇത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ 3 ആണ്. അതായത് എല്ലാം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ലേണർ സെൻറ്റേർഡ് അപ്രോച്ചിൽ ലേണറാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, ലേണറിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ലേണറുടെ നീഡ്സ് വെച്ചിട്ടാണ് പോകുന്നത്. Next question, which of the following is a free and open source content collaboration framework based on JavaScript that enables existing CMS and LMS to create richer content? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഓപ്പൺ സോഴ്സ് കണ്ടന്റ് ആണ്. അത് ജാവാസ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴുള്ള CMS LMSനെയൊക്കെ കുറച്ചും കൂടെ റിച്ചർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. H5P, പ്ലോട്ടഗൺ, മൈൻഡ്മിസ്റ്റർ, ലാബ്സ്റ്റർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഒരു ഇൻട്രാക്റ്റീവ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ നമ്മളെ എംപവർ ചെയ്യുന്നതാണ് ഈ H5P എന്ന് പറയുന്നത്. ഒരു H5P സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രൗസർ വെബ്സൈറ്റ് മാത്രം മതി നമുക്കിതിനായിട്ട്. റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് കണ്ടൻറ്റ് ഉണ്ടാക്കാനായിട്ട്, അതായത് ക്വിസസ് അതുപോലുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളത് റെസ്പോൺസീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആനിമേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് പ്ലോട്ടഗൺ എന്ന് പറയുന്നത്. റിയൽ ടൈമിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ടുള്ള ക്വിസസ് അതുപോലെ തന്നെ പോൾസ് അങ്ങനെയുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ്സൊക്കെ നടത്താനായിട്ട് അതുവഴി നമ്മുടെ ആ ഒരു സ്റ്റെം കോൺഫിഡൻസ് ഉയർത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാബ്സ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവിടെ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. Next question, a child of first class is trying to learn how to draw a circle on his own but is able to do with the help of his or her teacher. In the light of Vygotsky theory, it highlights. അതായത് ഒരു കുട്ടിക്ക് അവൻ്റെ ക്ലാസ്സിലൊരു സർക്കിൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷെ അവന് പറ്റില്ല, ലേൺ ചെയ്തിട്ട് അവന് പറ്റില്ല. പക്ഷേങ്കിൽ അവൻ്റെ ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടി അത് സാധിച്ചു. അപ്പോൾ വൈഗോട്സ്കിയുടെ തിയറി അനുസരിച്ച് ഇതെന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. അസിമുലേഷൻ, അഡോപ്ഷൻ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, മച്ചുറേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ അവൻ്റെ ആ ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന തമ്മിലുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. വൈഗോട്സ്കിയാണ് മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലത്തിന് പരിഹാരം കാണുന്നതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് സോൾവ് ചെയ്യുന്നതാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. മച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മച്ചുവേർഡ് ആവുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലൊരു മച്യൂരിറ്റി ആവുന്നതാണ് മച്ചുറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആണ്. അതായത് ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്സ്റ്റേണൽ പേഴ്സൺ. ഈ ഒരു തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാസ് ഫസ്റ്റ് പ്രൊപ്പോണ്ടഡ് ബൈ. അതായത് പ്രോജക്റ്റ് മെത്തേഡ് ആരാണ് പ്രൊപ്പോണ്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോൻക്രോ, ജോൺ ടുവേ, റോബർട്ട് മില്ലർ, റോബർട്ട് മാഗർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ജോൺ ടുവേ ആണ്. ജോൺ ടുവേയുടെ പ്രാഗ്മാറ്റിസ്റ്റ് ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് ഒക്കൂർ ചെയ്യുന്ന എക്സ്പീരിയൻസിലൂടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലേണറിലൂടെയാണ് എന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് ഉരുത്തിരിഞ്ഞു വന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വയം ഈസ് എ പ്രോഗ്രാം ഇനീഷ്യേറ്റഡ് ബൈ. സ്വയം എന്ന് പറഞ്ഞാൽ ആര് ഇനീഷ്യേറ്റ് ചെയ്ത പ്രോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി. ആൻസർ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ 1 ആണ്. അതായത് സ്വയം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ്. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പ്രോഗ്രാമാണ് സ്വയം എന്ന് പറയുന്നത്. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി എന്നിവയാണ് ഇതിൻ്റെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എവിടെ ഇരുന്ന് വേണമെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ
ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു മാസീവ് ആയിട്ടുള്ള ഓപ്പൺ ഓൺലൈൻ കോഴ്സ് മൂക്ക് പ്ലാറ്റ്ഫോമാണ് ഈ സ്വയം എന്ന് പറയുന്നത്. ഈ സ്വയത്തിന് 4 ക്വാഡ്രൻസ് ആണുള്ളത്. വീഡിയോ, ട്യൂട്ടോറിയൽസ്, ഈ കണ്ടന്റ്, സെൽഫ് അസസ്മെൻറ്റ്, ഡിസ്കഷൻ ഫോറം എന്നിവയാണ്. അത് ഓർത്തിരുന്നോളം. അത് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. 9 നാഷണൽ കോർഡിനേറ്റേഴ്സാണ് ഇതിനുള്ളത്. AICT, NPTEL, UGC, CEC, NCERT ആൻഡ് NIOS, IGNO, IIMB, NITTR എന്നിവയാണവ. ഇത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഇൻഡിജീനിയസ് ആയിട്ടുള്ള മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്